ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സിംഗിൾ വീൽ ബ്രഷ് കട്ടർ അറ്റാച്ച്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പതിവ് പോലെ നമ്മൾ എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലാണ് കാണിക്കുന്നത്. എല്ലാവരും ചോദിക്കും എല്ലാ വീഡിയോയിലും ഇതെന്തിനാണ് ചെയ്യുന്നത്. ഇന്നും അറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ക് ഇട്ടിട്ടുണ്ട്, ബൾബ് പ്രസ് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പതിവ് പോലെ ചോക്ക് താഴേക്കാക്കി, അങ്ങനെ നമ്മുടെ ബ്രഷ് കട്ടർ ഫുൾ സ്റ്റാർട്ടായിട്ടുണ്ട്. റേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതുപോലെ വർക്ക് ചെയ്യാം. ഷോൾഡർ ബെൽറ്റ് ഉപയോഗിച്ച് വലത്തുഭാഗത്ത് ബ്രഷ് കട്ടർ വെച്ച് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഞാൻ വർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടത്. ഷോൾഡർ ബെൽറ്റ് ഒഴിവാക്കി എന്നല്ലാതെ വർക്ക് ചെയ്യുന്നതിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതുപയോഗിച്ച് വർക്ക് ചെയ്യണമെന്ന വൈഫിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുകയാണ്.
ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നാണ് പറഞ്ഞത്. ഒപ്പം ഇത് വീട്ടിലിരിക്കട്ടെ എന്ന ഒരു പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ചെടികൾക്കും തെങ്ങിനുമൊക്കെ വെള്ളം ഒഴിക്കാൻ ഒരു വഴി ആവശ്യമായിരുന്നു. അതാണിപ്പോൾ സ്വയം ഉണ്ടാക്കിയെടുത്തത്. ആദ്യം നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ചത് റൈറ്റ് സൈഡിൽ വെച്ചുകൊണ്ടായിരുന്നു. ഇനി നമ്മളിത് ലെഫ്റ്റ് സൈഡിൽ വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇതിൻ്റെ പൈപ്പിലാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ അത് കംഫർട്ടായിട്ട് തോന്നിയത്. കാരണം ഇതിനെ മുഴുവനായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈസി ആയിട്ട്. കുറച്ച് ആദ്യത്തേലും കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് വെട്ടി നോക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് എങ്ങനെ വേണേലും ഈസി ആയിട്ട് ഇത് തിരിക്കാമെന്നുള്ളതാണ് മറ്റൊരു ഗുണമായിട്ട് ഇതിൻ്റെ കാണാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ ഷോൾഡർ ബെൽറ്റിൽ വീശി അടിക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ നല്ലൊരു സാധ്യതയായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വിശദമായിട്ട് ഒരു വർക്കിംഗ് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ട്രിമ്മർ ഹെഡിലേക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അത് കറക്റ്റ് ആംഗിളിൽ തന്നെയാണ് നിലത്ത് മുട്ടുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെയാണത് നിലത്ത് ചേർന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ചരിച്ചു പിടിക്കുക. അങ്ങനെ ചരിച്ച് വെട്ടുന്നതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, ഇതുകൊണ്ട് സാധിക്കും. അതായത് നമ്മൾ ഷോൾഡർ ബെൽറ്റിൽ ചരിച്ച് വെട്ടാറുണ്ടല്ലോ, അങ്ങനെ തന്നെ ഏത് സൈഡിലോട്ട് വേണേലും, ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് ചരിച്ച് കാണിക്കുകയാണ്, അങ്ങനെ നമുക്ക് വെട്ടാൻ കഴിയും. സ്ട്രെയിറ്റായിട്ട് മാത്രമല്ല, കുറച്ച് ചരിച്ച് പിടിക്കാനും, കാരണം ഒറ്റ വീലാണ് ഇതിനുള്ളത്, അതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് നിങ്ങളോട് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത്, ബൈക്കിലെ സ്റ്റാൻഡ്. നമ്മൾ ബ്രഷ് കട്ടർ ലെഫ്റ്റ് സൈഡിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റാൻഡ് മുകളിലേക്ക് കുറച്ച് പൊക്കി കൊടുത്ത് അതിൽ പിടിക്കാൻ പറ്റും. അതായത് ഇടത്തെ കൈ ആ സ്റ്റാൻഡിൽ പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ആക്സിലേറ്റർ കൊടുത്ത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്.
വളരെ നന്നായിട്ട് നമുക്കതിൻ്റെ ഹൈറ്റിനെയൊക്കെ നിയന്ത്രിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ ബ്രഷ് കട്ടർ സാധാരണ ഉപയോഗിക്കും പോലെ 2 ഹാൻഡിലിൽ പിടിച്ച് വലത്തെ സൈഡിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡ് നേരെ വെച്ച് കൊടുക്കേണ്ടതാണ്, അതായത് വെർട്ടിക്കലായിട്ട് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കാരണം ബ്രഷ് കട്ടറിൻ്റെ ഭാരം കൊണ്ട് അത് ഹാൻഡിലിൽ നിൽക്കത്തില്ല, അത് പിന്നിലേക്ക് പോകും. അപ്പോൾ ആ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ ചെന്നത് നിൽക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലുള്ള ബ്രാക്കറ്റുകൾ 28 mm ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള 1-2 ബ്രാൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ നോർമൽ ബ്രഷ് കട്ടറുകളും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോയുടെ ലിങ്കും അതുപോലെ തന്നെ വിലയുടെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പല കമൻറ്റുകളുടെ ചുവട് പിടിച്ചാണ് ഞാൻ പല വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.